ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞ് ലാലേട്ടൻ പോയതിനു ശേഷം ബിഗ് ബോസ് ഹൗസിൽ പ്രേതം കയറിയിരിക്കുകയാണ്. എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ പേടിച്ചു പോയി. നോറയുടെ പുറത്താക്കലിനോടനുബന്ധിച്ച് ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു ട്വിസ്റ്റ് ആണത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരു എവിക്ഷൻ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചു. അത് മറ്റാരുമല്ല, നോറയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത്. അതിനുശേഷം നോറയെ പുറത്തേക്കല്ല വിടുന്നത്, നേരെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. വെറും 2 മണിക്കൂർ സമയം നോറയെ സീക്രട്ട് റൂമിൽ ഇരുത്തുന്നു. ലാലേട്ടൻ പോയതിനു ശേഷം മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്ത് നോറയെ പ്രേതവേഷം കെട്ടിച്ച് ഒരു ഗോസ്റ്റ് ആംബിയൻസോടുകൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ ഇന്നലെ ഡബിൾ എവിക്ഷൻ സംഭവിച്ചിട്ടില്ല, ഒരാൾ മാത്രമാണ് പുറത്തായത്. നന്ദന ശനിയാഴ്ച പുറത്തായി. ആ ഒരു എവിക്ഷൻ മാത്രമേ റിയൽ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നടത്തിയിട്ടുള്ളൂ. ഇന്നലെ നടന്നത് ബിഗ് ബോസിന്റെ ഒരു പ്രാങ്ക് ആണ്. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ കഴിയും. നോറ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് തന്നെയാണുള്ളത്. രാത്രി നോറയെ പ്രേതവേഷം കെട്ടിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രിക്കോ അല്ലെങ്കിൽ മറ്റൊരു ആള് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനോ യാതൊരു സാധ്യതയും ഇല്ലാത്ത സമയത്താണ് നോറയെ എവിക്ഷനിലൂടെ പുറത്താക്കുന്നതും അതിനോടനുബന്ധിച്ച് പ്രേതവേഷം കെട്ടിച്ച് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കണ്ടസ്റ്റൻസും സ്വാഭാവികമായിട്ട് പേടിച്ചു പോകും. അത് തന്നെയാണ് ഇന്നത്തെ ബിഗ് ബോസിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടില്ല, 100% കൺഫേം ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പ്രേതവേഷം കെട്ടിച്ചുകൊണ്ട് നോറയെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എവിക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ലാലേട്ടൻ ചെയ്യും. അതിനുശേഷം നോറയെ സീക്രട്ട് റൂമിലേക്കാണ് മാറ്റുന്നത്. 2 മണിക്കൂർ സമയം അവിടെ ഇരുത്തിയതിനു ശേഷം പ്രേതത്തിന്റെ കോസ്റ്റ്യൂം ഒക്കെ അണിയിച്ച് ഒരു ഗോസ്റ്റ് ആംബിയൻസോടുകൂടി നോറയെ ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുന്നതായിരിക്കും. അതുപോലെ തന്നെ നോറയെ പുറത്താക്കാത്തതിന്റെ ഒരു കാരണം എന്തെന്നാൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് എന്താണ്, പണപ്പെട്ടി ടാസ്ക് ആണ്. അപ്പൊ പണപ്പെട്ടി ടാസ്ക് എടുക്കാനായിട്ട് നോറയ്ക്ക് കിട്ടിയ ഒരു വലിയ അവസരമാണിത്. നോറ പുറത്തായപ്പോൾ നോറയ്ക്ക് ഏകദേശം മനസ്സിലായി കാണും, തനിക്ക് പുറത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആവാൻ അതിനുള്ളൊരു സപ്പോർട്ട് പുറത്തില്ല. ടോപ്പ് 5ലും തനിക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതകളില്ല. അപ്പോൾ തീർച്ചയായിട്ടും പണപ്പെട്ടിയിലേക്ക് നോറയ്ക്ക് ഒന്നും കൂടി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ബിഗ് ബോസ് അവിടെ ഒരുക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോറയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ പണപ്പെട്ടി കൊണ്ടുപോകുന്നത് നോറ തന്നെ ആയിരിക്കും. അത് നോറയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യവുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ നേടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നത് എന്നെങ്കിലും പറയാലോ. അപ്പൊ തീർച്ചയായിട്ടും നോറ പുറത്തായിട്ടില്ല. ഇന്നൊരു വമ്പൻ പ്രാങ്ക് നടക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിന് ശേഷം, അതായത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ 2ാം ഭാഗത്തിന് ശേഷം പെട്ടെന്ന് ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോറ പ്രേതവേഷം കെട്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. എന്ന് വെച്ചാൽ രാത്രി തന്നെ കയറ്റുകയാണ്. കുറച്ച് സമയത്തേക്ക് നോറയെ മാറ്റിയിട്ട് അപ്പം തന്നെ ഗോസ്റ്റ് ആംബിയൻസിൽ നോറയെ ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുകയാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡിന് ശേഷം നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ ലൈവ് ഓപ്പൺ ആകുമ്പോൾ അപ്പം തന്നെ പോയി ലൈവ് കാണാം. അപ്പോൾ നോറയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത് കാണാം. അല്ല എങ്കിൽ തിങ്കളാഴ്ച തുടങ്ങുന്ന 24/7 ലൈവിലോ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന എപ്പിസോഡിലോ നമുക്കത് കാണാൻ കഴിയും. ഈ ഒരു എവിക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ പ്രമോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരും. അതുപോലെ തന്നെ നോറ പ്രേതവേഷത്തിൽ കയറുന്ന പ്രമോ ആയിരിക്കും ഇന്ന് രാത്രി വരാൻ പോകുന്നത്. അങ്ങനെയാണ് പറയാൻ പറ്റിയത്. നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്